കാഴ്ച കരട് അലിയിപ്പിക്കുന്ന രീതിയിൽ ഈ പരിക്കോ ഈ അക്രമമോ ഇത്ര ഗുരുതരമാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഒടുവിൽ വയനാട് മേപ്പാടിയിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ ന്യൂ ഇയർ ഗാനമേളയ്ക്കിടെ മാരകമായ പോലീസ് മർദ്ദനമേറ്റ് 2 ആഴ്ചയോളം ആശുപത്രിയിലും ഇപ്പോഴും നടക്കാൻ കഴിയാത്ത നിലയിൽ വീട്ടിൽ കിടപ്പ് തുടരുകയും ചെയ്യുന്ന പയ്യോളി കൊളാരിത്താഴ ജാസിഫിന് നീതി ലഭിക്കണമെന്നും കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യോളിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. VM ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പൊതുയോഗം നഗരസഭാ ചെയർമാൻ VK അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ശരീരമാസകലം നാക്കിപിടി കൊണ്ട് അടികേണ്ട പാടുകൾ ഞാൻ കാണുന്നു. ആ സമയത്ത് തന്നെ ഒരു വലിയ ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയുണ്ട്. ആടെ പേര് ഞാൻ പറയുന്നില്ല. ആ സമയത്ത് ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്തിനായാലും അതിനുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളൊരു വാക്ക് സൂചനയായി തന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഫോളോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് നോക്കുന്നുണ്ട് എന്നാണ്. ഇത്രയും ക്രൂരമായി ചെയ്യാൻ അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹം ചെയ്ത തെറ്റെന്താ? സ്വാഭാവികമായും തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം. നമ്മളും പറയുന്നത് അത് തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. ഇവിടെ തെറ്റ് ചെയ്ത ആരാണ്? ആ തെറ്റ് ചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഒത്തുകൂടൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നിങ്ങളെ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സർക്കാരിൻ്റെതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിച്ചു. ജാസിഫിന്റെ ഭാഗത്ത് ഒരു തെറ്റായ നീക്കമോ ജാസിഫ് പോലീസിനോട് തെറ്റായ രീതിയിൽ സംസാരിക്കുകയോ ആക്രോശിക്കുകയോ വിരച്ചുകൊണ്ടുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണ് ഏകസ്വരത്തിൽ എല്ലാ ആളുകളും പറഞ്ഞത്. ഒരു പരിക്ക് പറ്റിയ സ്ഥിതി നോക്കുമ്പോൾ ടി ചന്തു മാസ്റ്റർ, ബഷീർ മേലടി, മഠത്തിൽ അബ്ദുറഹിമാൻ, PM അഷ്റഫ്, AK ബൈജു, KP ഗിരീഷ് കുമാർ, വടക്കയിൽ ഷഫീഖ്, N നൂറുദ്ദീൻ, TP മജീദ്, KT ലിഖേഷ്, അനിൽകുമാർ ഇരിങ്ങൽ, അഭിജിത്ത്, M സമദ്, MT അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. വേണുഗോപാലൻ കുനിയിൽ സ്വാഗതവും TP ലത്തീഫ് നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് AP റസാഖ്, ഷൈമ മണന്തല, അൻവർ കായിരിക്കണ്ടി, നിസാർ പയലൻ, സക്കറിയ, രാജൻ പടിക്കൽ, MM മനോജൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സ്പോർട് കേരള ന്യൂസ്. പ്രതികരിക്കാനാകാതെ 11 ദിവസമാണ് മുഹമ്മദ് കാസിഫ് എന്ന ചെറുപ്പക്കാരൻ അതിക്രൂരമായി പോലീസ് മർദ്ദനമേറ്റ് നമ്മുടെ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുള്ളത്. ഇത്ര മാരകമായ ഇത്ര ഗുരുതരമായ മർദ്ദനമാണ് ജാസിഫിനുണ്ടായിട്ടുള്ളത്. ഇവിടെ 2 തരത്തിലുള്ള വിഷയമാണ് ഈ ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. ഞാനടക്കമുള്ള ആളുകളിൽ നിന്ന് തന്നെ ജാസിഫിന്റെ തന്നെ പിതാവ് ഈ നാട്ടിലുള്ള ആളുകളോട് പറയുകയായിരുന്നു. കാരണം അവർക്കും പറയാൻ കഴിഞ്ഞത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷമാണ്. അതിനടിസ്ഥാനത്തിലാണ് ഈ ആക്ഷൻ കമ്മിറ്റി ഈ നാട്ടിലുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണയും സഹകരണവുമുള്ള ഈ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത്. സർവകക്ഷി ബഹുജന ആക്ഷൻ കമ്മിറ്റി സിന്ദാബാദ്. 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 വയനാട് മേപ്പാടിയിൽ വയനാട് മേപ്പാടിയിൽ വയനാട് മേപ്പാടിയിൽ